ഇനി 3 മാസത്തിൽ പരീക്ഷ ഏട്ടാ. കോച്ചിങ്ങിന് പോകുന്നുണ്ട്. എന്തായാലും ജയിക്കുന്നേ. ഏട്ടാ എന്ത് പറ്റിയടാ? ചതിച്ചു ഏട്ടാ. ലിസ്റ്റിൽ നമ്മുടെ പേരേ ഇല്ല ഏട്ടാ. നീ എന്താ ഈ പറയുന്നേ? നമ്മുടെ 6 പേരും ഇല്ലേ? ഞങ്ങളുടെ കാര്യം വിടേട്ടാ. ഏട്ടനെ ക്യാപ്റ്റൻ ആക്കുന്നവരെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ ലിസ്റ്റിൽ പേര് പോലും ഇല്ല. ബിഗിലേ എന്തു പറ്റി? ഒന്നുമില്ല അച്ഛാ. അച്ഛാ കതിരെ ചുമ്മാതിരി. എന്താ കതിരെ, എന്താ പ്രശ്നം? ചേട്ടൻ ചോദിച്ചിട്ടില്ലേ എന്താന്ന് പറയുമോനെ? അതച്ഛാ, നാഷണൽ ടീമിന്റെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പേരില്ല. നിന്റെ പേരില്ലേ? ബിഗിലേട്ടന്റെ പേര് പോലും ഇല്ല അച്ഛാ. എങ്ങനെയാടാ നിന്റെ പേരില്ലാതെ വരുന്നേ? ക്യാപ്റ്റൻ ആകാൻ വരെ യോഗ്യത ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചത് ബിഗിലേട്ടൻ അച്ഛാ. അതും റെക്കോർഡായിരുന്നു. അപ്പൊ പേര് വരേണ്ടതല്ലേ? ഇതിനകത്ത് ആ ഫെഡറേഷൻകാർ എന്തോ കള്ളക്കളി കളിച്ചിട്ടുണ്ട്. ഇല്ല അച്ഛാ, ഞാൻ ഫെഡറേഷനിൽ പോയി സംസാരിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞേക്കാം. അച്ഛൻ വിട്ടേക്ക്. നീ നോക്കുമല്ലോ. ഞാൻ നോക്കിയുള്ളൂ അച്ഛാ. എല്ലാം ശരിയാവുമല്ലോ മോനെ. ശരിയാവും അച്ഛാ, വിട്ടേക്ക്. അങ്ങനെ വിടരുതേട്ടാ. ഇല്ല മോനെ, ഇത് ഉടനെ ചോദിച്ചറിയണം. വണ്ടി എടുക്ക. വേണ്ട, ഞാൻ രായപ്പനായിട്ടില്ല, മൈക്കിളിന്റെ അച്ഛനായിട്ട്. മോനെ നീ വണ്ടി എടുക്കടാ. നമസ്കാരം. നമസ്കാരം. വരൂ വരൂ, ഇരിക്കൂ. രായപ്പൻ മൈക്കിളിന്റെ ഫാദറാ. അറിയാം, പറയൂ. ഒന്നുമല്ല, സെലക്ഷൻ ലിസ്റ്റില് മോന്റെ പേരില്ല. അതെ, ഇല്ല. നല്ല കളിക്കാരനാ, അങ്ങേക്ക് അറിയാം. യെസ്, എൻ എക്സ്ട്രോർഡിനറി പ്ലെയർ. ഞാൻ അവനോട് പറഞ്ഞതാ അടുത്ത ക്യാപ്റ്റൻ നീ തന്നെയാണെന്ന്. പിന്നെ എന്തിനാ സാറേ? ആ, അല്ല, പിന്നെന്താ ലിസ്റ്റില് പേര്? സെലക്ഷൻ കമ്മിറ്റി ഞാൻ കണ്ട പോലെ അവനെ കണ്ടില്ല. എല്ലാം വളരെ കറക്റ്റായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ പോലീസ് റിപ്പോർട്ടിൽ ഒരു ചെറിയ പ്രശ്നം. നിങ്ങളുടെ ക്രിമിനൽ റെക്കോർഡ്സാണ് അവന് ടീമിൽ സെലക്ട് ചെയ്യാത്തതിൻ്റെ കാരണം. സാറേ, അതും ഇതും തമ്മിൽ എന്ത് ബന്ധം സാറേ ഉള്ളത്? അവന്റെ പേരിൽ ഒരു കേസും ഇല്ലല്ലോ. അങ്ങനെയൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ മകൻ നാഷണൽ ടീമിലാണെന്ന് വിചാരിക്കുക. ടീമിലുള്ള എല്ലാവരും ബസ്സിലാണ് പോകുന്നത്. നിങ്ങളോട് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആരോ നിങ്ങളുടെ മകനെ അറ്റാക്ക് ചെയ്താൽ ബാധിക്കപ്പെടാൻ പോകുന്നത് അവൻ മാത്രമല്ല. അവൻ എന്നെ പോലല്ല. എന്റെ ജോലിയായിട്ട് അവന് യാതൊരു ബന്ധവും ഇല്ല സാറേ. അവൻ അറിയാവുന്നത് അവന് ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. അവൻ കഴിവുള്ള ഒരു നല്ല പ്ലെയറാണ് സാറേ. കള്ളന്മാരുടെ എത്രയോ കുട്ടികൾ പോലീസായിട്ടുണ്ട്. കുടിയന്മാരുടെ കുട്ടികൾ എത്രയോ പേര് ഡോക്ടറായിട്ടുണ്ട്. ഒരു സാധാരണ ചെരുപ്പ് തുന്നി നടന്നയാളുടെ മകൻ പോലും അമേരിക്കയിൽ പ്രധാനമന്ത്രി ആയിട്ടില്ലേ സാറേ? അച്ഛന്മാരെ പോലെ ആവണമെന്നില്ല സാറേ പിള്ളേരെ. ഇത് ദയവായി വിശ്വസിക്കണം സാറേ.